തേങ്ങ എറിയുന്ന പോലെയാ ബോൾ എറിയുന്നേ. എത്ര കാലമായി തുടങ്ങിയിട്ട് ഇതുവരെ മര്യാദയ്ക്ക് ഒരു ബാസ്ക്കറ്റ് ചെയ്തിട്ടുണ്ടോ? എല്ലാരും ഇങ്ങനെ കക്കക്കാന്ന് ചിരിക്കൊന്നും വേണ്ട. ഇതുപോലെയാണ് കുട്ടി ബാസ്ക്കറ്റ് ചെയ്തത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇനി എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കൂ. അല്ലെങ്കിൽ വേണ്ട, നിങ്ങളല്ലേ കളിക്കേണ്ടത്. ഇങ്ങോട്ട് വരൂ. റൈറ്റ്. നീ കാണുന്നല്ലേ ദിവസം ഇത് തന്നെ ഏർപ്പാട്. ഹായ്. You look beautiful in this outfit. ശങ്കറിന് ബോറടിക്കുന്നില്ലേ? എനിക്കോ? എന്തിന്? എന്നും ഇത് തന്നെ പറയാൻ. ഇന്നലെ ഞാൻ സാരി എടുത്തോണ്ട് വന്നപ്പോഴും ഇത് തന്നെ പറഞ്ഞു. എന്തിനു ബോറടിക്കണം? ഇറ്റ്സ് എ കോംപ്ലിമെന്റ്. കേട്ടിട്ട് എനിക്ക് ബോറടിക്കുന്നു. പ്ലീസ് ട്രൈ ടു ചേഞ്ച് യുവർ കോംപ്ലിമെന്റ്. ഓ, ഐ ഷൽ ട്രൈ. ഞാൻ ആ കൊച്ചിനൊന്ന് വാട്ടാൻ പോവാ. അവളുടെ ആളുമായിട്ട് ഞാൻ അല്പം റൊമാൻസിലാണെന്ന് പറയാൻ പോവാ. നീ കയറി കലക്കി കളയരുത് കേട്ടോ. അയ്യോ എന്തിനടി? ആ കുട്ടി ഇപ്പോഴേ ഡൗണാ. ശങ്കർ അവളുടെ മുറിച്ചെടുക്കനാ. അതുകൊണ്ടല്ലേ, അപ്പോഴല്ലേ ഒരു ത്രില്ലുള്ളൂ. ആണുങ്ങൾക്ക് നാണമില്ലെന്ന് വെച്ച് പെണ്ണുങ്ങൾ ഇങ്ങനെ ആവണമെന്നുണ്ടോ? ഞാൻ ഒരിക്കൽ വാങ്ങിച്ചതാണ്. ഒരു മുഖവരെയും കൂടാതെ ഇങ്ങനെ പറഞ്ഞ കാര്യം മനസ്സിലാവണ്ടേ? കുട്ടിക്ക് എന്താ പ്രോബ്ലം? പാന്റ് ഷർട്ടും ചുബയും എനിക്കുണ്ട്. അതൊക്കെ എല്ലാവർക്കും ചേരണ്ടേ? മൂപ്പർക്കേ ഞാൻ ഇതിട്ട് കണ്ടപ്പോഴാ ഇഷ്ടമായെന്ന് തോന്നുന്നു. അല്ലേടി? സംസാരിക്കണ്ടല്ലോടെ, ഞാൻ സംസാരിച്ചോളാം. ഇന്ന് വൈകിട്ട് വീട്ടിൽ വരട്ടെ. ഏറ്റെന്നാ തോന്നുന്നത്. എന്തിനാടി? പാവം. നീ എന്തിനാ ചിരിക്കുന്നത്? ഒന്നുമില്ല. ഇന്ന് വൈകിട്ട് അവളുടെ അടുത്ത് ആ മുറച്ചെറുക്കൻ അനുഭവിക്കാൻ പോകുന്ന പാടോർത്ത് ചിരിച്ചതാ. മായി, നീ ചിലപ്പോ വളരെ ക്രൂവലാണ്. ഞാനോ? നെവർ. പെൺകുട്ടികൾ ഇങ്ങനെ നെർവസ് ആയാലോ? അല്ലെങ്കിൽ വേണ്ടായിരുന്നല്ലേ? പൂർ ഗേൾ. ആ, നീ നടന്നു. ഞാൻ ഈ ഡ്രസ് മാറിയിട്ട് വരാം. 131, 141, 141, 151, 151, 251, 251, 10. എന്നടാ ഇത്? കുട്ടാ, ഒരാളെ കണ്ടുപിടിക്കണമല്ലോ. ആരെയാ? വീട് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഒരാളെ. 100-300 രൂപ വാടക കിട്ടുന്ന കാര്യമല്ലേ? 300 രൂപയോ? മാഷക്ക് 100 രൂപയ്ക്കല്ലേ കൊടുത്തിരുന്നത്? അതെന്ന് കൊടുത്തതാ. ഇപ്പൊ 300 രൂപ കിട്ടണം. ഇവൻ ആരടാ? ചേട്ടാ, നമുക്ക് പേപ്പറിൽ ഒരു പരസ്യം കൊടുത്താലോ? പിന്നെ 1 കൊല്ലം കിട്ടുന്ന വാടക കൊടുക്കണം പരസ്യത്തിന്. മന്ത്രി തന്ത്രപൂർവം മാറുന്നു. ആഹാ, അത് പിന്നെ പതിവുള്ളതാണല്ലോ. എന്താ സാറേ? പിള്ളേ, ഈ സാധനങ്ങളൊക്കെ ഒന്ന് വീട്ടിലെത്തിക്കണം. സാറേ, ഏഷ്യാഡിന് സിയൂൾ തയ്യാറെടുക്കുന്നു. ഒരു സംശയം. എപ്പോഴും സംശയമല്ലേ ഉള്ളൂ, ചോദിക്കേ. ഈ ഏഷ്യാഡും ഷിപ്പ്യാർഡും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഉണ്ട്. രണ്ടിന്റെ അറ്റം യാടാ. ഇതൊക്കെ ചോദിച്ച് സാറെന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? എന്നോട് ചോദിച്ചാ പോരെ? എനിക്ക് വയ്യേ. ഈയിടെയായി നീ കവിതയൊന്നും എഴുതാറില്ലേ? ഇന്നലെ സിനിമയ്ക്ക് റിസർവ് ചെയ്ത ടിക്കറ്റ് വെറുതെ വേസ്റ്റ് ആയി. നീ എന്താ വരാഞ്ഞത്? ഇവള് പറഞ്ഞു ആ സിനിമ ബോറാണെന്ന്. പിന്നെ ഒരു മൂഡും ഇല്ലായിരുന്നു. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ല. ആര് പറഞ്ഞാലും ശരി, ഞാൻ ചോദിച്ചിട്ടില്ലേ ടിക്കറ്റ് റിസർവ് ചെയ്ത്?
മോനേട്ടാ, ഇതൊരു ഇഷ്യൂ ആക്കണോ? എനിക്കൊരു ഇഷ്യൂ തന്നെയാണ്. അതിന്റെ ആവശ്യമുണ്ടോ? വേണമെങ്കിൽ ആ ടിക്കറ്റിന് പൈസ തന്നേക്കാം. മായ ആളെ കളിയാക്കരുത്. സിനിമ കണ്ടില്ല എനിക്കൊരു ചുക്കുമില്ല. മായ ഡെലിബറേറ്റ് ആയിട്ട് ചെയ്താ എന്നെ അവമാനിക്കാൻ. മോനേട്ടാ, കഷ്ടം തന്നെ. ഒരു സിനിമയ്ക്ക് വന്നില്ലെന്ന് വെച്ച് ഇങ്ങനെയൊക്കെ പറയണോ? പറഞ്ഞതല്ല, പറയിപ്പിച്ചതാ. അതിന് ഞാൻ പറയും, എന്റെ മനസ്സിലെ വിഷമം തീരും വരെ. ഇറ്റ്സ് സ്റ്റുപിഡ്. ഇപ്പൊ തന്നെ ആവശ്യത്തിൽ കൂടുതലായി. ഞാൻ പറയും, പറയാനുള്ള അധികാരം എനിക്കുണ്ട്. ഇവിടെ അധികാരവും പ്രമാണമൊന്നും ഞാൻ ആർക്കും തീരെ എഴുതിയിട്ടില്ല. വാടി. റോഡിൽ കിടന്ന് നിലവിളിക്കാൻ നാണമില്ലേ? കുട്ടികളൊക്കെ ശ്രദ്ധിച്ചു. എന്ത് ചെയ്യാനാ? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലെങ്കിൽ നിന്റെ കുറ്റമാ. നിസ്സാര കാര്യമാണെങ്കിലും മോഹൻ അത് ഫീൽ ചെയ്ത് കാണും. നീ എന്താ പോഞ്ഞത്? കാരണം പറഞ്ഞ നീ കേട്ടില്ലേ? ഇനി ഒന്നേന്ന് പറയണോ? ചുടാ റിപ്പീറ്റ് പോലത്തെ. മായേ, നിനക്ക് എന്ത് പറ്റി? നാശം. ചില ദിവസം ഇങ്ങനെയാ, ഒരു കാരണവും ഇല്ലാതെ കാണുന്നവരോട് മുഴുവൻ പിണങ്ങും. ആ കുട്ടിയുടെ ശാപമായിരിക്കും. ആരുടെ? ലേഖയുടെ. നീ രാവിലെ ആ കുട്ടിയെ വേദനിപ്പിച്ചില്ലേ? ശരിയായിരിക്കും. നിന്റെയൊക്കെ മനസ്സിലെ വിചാരം എന്താ? വായിൽ നാക്കുണ്ടെന്ന് വെച്ച് എന്ത് സംസാരിക്കാവുന്നു? മോഹൻ ആരാണെന്ന് എന്റെ വിചാരം? നിന്റെ സൗന്ദര്യം കണ്ട് നിന്റെ പുറകെ നടക്കുന്ന പൂവാലനാണെന്നോ? എടി, അയാൾക്കുണ്ട് അന്തസ് സ്റ്റാറ്റസും ഒക്കെ. നിന്നെക്കാൾ ഞാൻ പറഞ്ഞു മോഹനായിട്ട് എന്റെ പുറകെ നടക്കണെന്ന്. നീ പറയണ്ട. നിന്റെ സംസാരത്തിൽ നിന്ന് അവനെ തോന്നിക്കാണും. ഡാഡിക്ക് മോഹനായിട്ടും പറഞ്ഞതാ വേദവാക്യം. എനിക്കെന്താ? യാതൊരു സെന്റിമെന്റ്സും ഇല്ലേ? എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ച് മോഹനായിട്ട് ഓവർ സ്മാർട്ട് ആകാൻ ശ്രമിച്ചത് എനിക്കിഷ്ടപ്പെട്ടില്ല. എന്നോട് എന്തോ പറഞ്ഞപ്പോ ഞാനും പറഞ്ഞു. അല്ലെങ്കിൽ നമുക്കൊരു തോന്നലുണ്ട്, എന്തൊക്കെ കുത്തിവരക്കെ അറിയാവുന്നതുകൊണ്ട് വലിയ ആളാണെന്ന വിചാരം. ആണുങ്ങളോടൊക്കെ വെറും പുച്ഛാടി. മായേ, തെറ്റാരുടെ ഭാഗത്തും ആയിക്കോട്ടെ. മോഹനോട് നീ മാപ്പി വയ്ക്കുന്നുണ്ട്, നിനക്കൊരു ദോഷവും വരാനില്ല. ഇപ്പോൾ ഇതൊക്കെ നിസ്സാര കാര്യമാ. ഉടനെ തന്നെ പാച്ചപ്പ് ചെയ്തില്ലെങ്കിൽ ദിസ് വിൽ ലീഡ് ടു എ ബിഗ് പ്രോബ്ലം. നീ മോഹന്റെ വീട്ടിലോട്ടൊന്ന് ഫോൺ ചെയ്തേ, അവനൊന്ന് തണുക്കട്ടെ. കം ഓൺ, ബി സ്പോർട്ടീവ്. വേണ്ട, നേരിട്ട് കാണുമ്പോ ഞാൻ പറഞ്ഞോളാം. പറ്റില്ല. അപ്പോഴപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോഴപ്പോൾ തന്നെ ചെയ്യണം, നീട്ടി വെക്കരുത്. മോഹൻ വേറെ ആരുമല്ലല്ലോ, അവനത് പ്രതീക്ഷിച്ചിരിക്കാൻ വേണ്ട. നിന്റെ ശബ്ദം കേട്ടാൽ മതി, അവൻ അപ്പോഴേ തണുക്കും. കമോൺ, ബി എ നൈസ് ഗേൾ, കമോൺ. എടാ, നീ ആ മോഹന്റെ നമ്പർ ഒന്ന് ഡയൽ ചെയ്ത് കൊടുക്ക. ഹലോ മോഹന, ജസ്റ്റ് ആ, ഇപ്പൊ സമാധാനമല്ലേ? എനിക്ക് വയറ് നിറച്ച് കിട്ടിയപ്പോ? ദേ, കേട്ടില്ലെന്ന് പറയരുത്. നിരുപാധികം മാപ്പ് ചോദിക്കുന്നു. ചെയ്ത പാവത്തിന് പരിഹാരമായി ഒരു 10 സിനിമയ്ക്ക് അടുപ്പിച്ചു വന്നേക്കാം. പോരെ? 10 സിനിമയോ? 10 എണ്ണം. ഒരു സിനിമയായാലും എനിക്ക് വിരോധമില്ല. ആ, പിന്നൊരു കാര്യം, സിനിമയ്ക്ക് വരുമ്പോ ഒരു ഫീഡിംഗ് ബോട്ടിലിൽ കുറച്ച് പാലുകൂടി ഞാൻ കരുതിക്കൊള്ളാം. കൊച്ചുകുട്ടിയല്ലേ, ഇടയ്ക്ക് കരഞ്ഞാലോ? വാരല്ലേ പെണ്ണേ? എന്താ പോരെ? മതി. അങ്ങനെ വഴിക്ക് വാ പെണ്ണെ, ഇപ്പോഴും ആണുങ്ങളുടെ കാലം തന്നെയാ. ഗുഡ് മോർണിംഗ് ഡാഡി. ഗുഡ് മോർണിംഗ്. പറവ ചായ. രാവിലെ തുടങ്ങിയോ കവിതാ പാരായണം?
കുഞ്ഞാ ചായ. എന്താടാ ഹരി? എല്ലാരും എന്തിനാ ചിരിക്കുന്നത്? എന്താണ് എന്റെ മുഖത്ത്? ഓത്തോ? ഇപ്പോഴും ആണുങ്ങളുടെ കാലം തന്നെയാ, അല്ലെന്ന് ആരാ പറഞ്ഞത്? എന്നെ വയ്ക്കും സാറിനെയല്ലേ? ആ വേണു സാറേ, വീടിനൊരാളെ കിട്ടിയില്ല. നല്ലൊരാളെ കിട്ടിയിരുന്നെങ്കിൽ കൊടുക്കാമായിരുന്നു. നോക്കട്ടെ, ആരെങ്കിലും ഉണ്ട് അറിയിക്കാം. ആ உனக்கு வெக்கமா இல்ல? கட்ட பொண்டாட்டி என்ன விட்டுட்டு நீ இங்க வந்திருக்கிறியா? போன மாசம் வரேன்னு சொல்லிட்டு நீ வரவே இல்லையே. 2 லெட்டர் போட்டு அதுக்கு பதிலே போடல. பொள்ளாச்சியில இருந்து நான் இங்க வரமாட்டேன்னு நினைச்சியா? இனி எது வந்தாலும் சரி, உன்னை விட்டு நான் எங்கேயும் போக மாட்டேன். உன் கூடவே இருப்பேன். നീ കോപപ്പെടാതെ, എനിക്ക് ലീവ് കിടക്കില്ല, അതിനാല് വരാത്തത്. நான் நம்ப மாட்டேன். நீ என்னை ஏமாத்த பார்க்காத. நான் உன்னை விட மாட்டேன். யார் இந்த குரங்கு? நம்மளதான், நம்ம பையன்தான். நம்ம பையனா? உனக்கு எப்பையா இந்த மாதிரி பையன் பிறந்தது? ஐயோ. என்கிட்ட சொல்லவே இல்லையே. പയ്യെന്ന് പറഞ്ഞാലേ വേലക്കാരൻ, അവളതാ. இந்த குரங்கா வேலைக்காரன்? തോന്നിവാസം പറഞ്ഞാലുണ്ടല്ലോ നിന്റെ തന്തയാ. ഒന്നും കുരങ്ങെന്ന് പറഞ്ഞാലേ തമിഴിലേ ചീത്തയല്ല, നല്ലവെന്താ ഉണ്ട്. என்னடா குட்டி குரங்க, என்ன பார்த்து சைட் அடிக்கிறியா? കൂട്ടാ, ആ ഞാൻ വരട്ടെ, ഓ. ഒന്ന് നോക്കിക്കോ. ചേട്ടാ ചേട്ടാ ചേട്ടാ, അതാരാ? എന്താ പൊള്ളാച്ചി പൊണ്ടാട്ടിയാ? ആമാണ്ട, ഞാൻ പോയി വന്നിട്ടൊക്കെ പറയാം. വരട്ടെ. ചേച്ചി, ചേട്ടൻ എന്നേക്കാൾ നല്ല കൊരങ്ക. ആ പെരിയ നല്ല കൊരങ്ക്, മര്യാദക്കാരൻ ചേട്ടനല്ലേ എനിക്ക് അർത്ഥം പറഞ്ഞു തന്നത്. நீ வாயா. എന്നാ പോയാ? നീ സാപ്പിട്ടിയാ? எங்க சாப்பிடுறது? பழமாவது வாங்கி கொடு. പ്രശ്നം തീർന്നു. ഹലോ, മോർണിംഗ്. ആ സിയാരോ, വരൂ, ഇരിക്കൂ. മിനിസ്റ്റർ ഗസ്റ്റ് ഹൗസിലുണ്ട്. പുള്ളിക്കാരനൊന്ന് കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആ കുടിക്കാൻ കാപ്പി ചായോ? ഒന്നും വേണ്ട, എനിക്ക് ഉടനെ പോണം. ഒരു ഫോൺ. ഓ യെസ്, സ്റ്റഡിയാണ്. ഇറ്റ്സ് വെരി ഓൾ റൈറ്റ്. ഹലോ, ആ ഞാൻ സിയാർ. മിനിസ്റ്ററെ കണ്ടു. ആദ്യം സമ്മതിച്ചില്ല. സമ്മതിക്കാതെ ഞാൻ വിടുവോ? ഒരു കണക്കിന് സമ്മതിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പുതിയ പോസ്റ്റിംഗ് ഓർഡർ ഉടനെ വരും. എന്നാ ശരി, വെക്കട്ടെ. ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ ട്രാൻസ്ഫറിന്റെ പ്രശ്നമാണ്. നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാ. തിരുവനന്തപുരത്ത് പുതിയൊരു വേക്കൻസി വന്നു. മറ്റ് പലർക്കും കാൻഡിഡേറ്റ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് താല്പര്യമുള്ള ഒരു കേസ് മിനിസ്റ്റർക്ക് അങ്ങനെ പെട്ടെന്ന് തള്ളിക്കളയാൻ പറ്റുമോ? ആ പിന്നെ മോഹനെ കാണാറില്ലേ? ഉണ്ട്, മിക്കവാറും ദിവസങ്ങളിൽ കാണാറുണ്ട്. ആ പിന്നെ ഒരു കാര്യം, അത് പറയാൻ കൂടി ഞാൻ വന്നത്. ഈയിടെ അവന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയതാ, അവന് ധൃതിയായി തോന്നുന്നു കല്യാണത്തിന്. ഇന്നത്തെ യങ്സ്റ്റേഴ്സിന്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല. വൺ ഫൈൻ മോർണിംഗ് വന്നിട്ട് ഡാഡി ദിസ് ഈസ് മൈ എന്ന് പറയരുതല്ലോ. അത് ശരിയാ. പിന്നെ അവളുടെ എക്സാമിന് ഇനി 4-5 മാസമല്ലേ ബാക്കിയുള്ളൂ. ഓക്കെ, എനിക്ക് വിരോധമൊന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ആ. മായയെ ഹരിയും എന്റെ അന്വേഷണം അറിയിക്കണം. ഓ ഷുവർ. എന്റെ ഗുരുവായൂരപ്പ,
രക്ഷിക്കണേ. ഇന്നെങ്കിലും ആ മേനോനൊന്ന് കാണാൻ സാധിക്കണേ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്റെ മേനോ സാറേ, അന്വേഷിച്ചിട്ടാ എന്റെ ചെരുപ്പ് തേഞ്ഞു. ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ കണ്ടിട്ടില്ല. സാറേ, നമ്മുടെ മംഗലത്തെ രാഘവന്റെ ആരെങ്കിലും ആണോ? കമലമ്മേ, ഇദ്ദേഹം ഇവിടെയുള്ള ആളല്ല. ആ, എനിക്കും തോന്നി ഇവിടെ എങ്ങുള്ള ആളല്ലെന്ന്. വരട്ടെ. സാറേ, എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. എന്റെ പേര് കമലം, LIC ഏജന്റ്. LIC എന്ന് പറഞ്ഞാ ഇവിടെ എല്ലാവർക്കും അറിയാം. പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. വരട്ടെ. സാറേ, സാർ ഒരു പോളിസി എടുക്കണം. എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. വയസ്സന്മാർക്കുള്ള പല നല്ല സ്കീമുകളും ഉണ്ട്. പിന്നെന്താ, മേനോനോട് പറഞ്ഞാൽ മതി. ആ. വരട്ടെ. ആ, എന്ത് നല്ല കഷണ്ടി, ഛെ, എന്ത് നല്ല മനുഷ്യൻ. യോ, എന്റെ മേനോ സാറേ. കിടക്കുന്നു. പണം തുടങ്ങാൻ നേരം എത്ര ഒരുങ്ങിയ ലോകം മതിയാകത്തില്ല. മായേ, ദാ വരുന്നു. പോവാം. ആ മോനേട്ടാ, ഇത് ആദ്യത്തേതാ. ഇനി 9 എണ്ണം ബാക്കിയുണ്ട്. അങ്കിൾ വരുന്നില്ലേ? ഞാനോ? സിനിമയ്ക്കോ? ആ സമയത്ത് ആരെങ്കിലും വിളിച്ചിട്ട് കുറച്ച് ഡിപ്പോസിറ്റ് ഇട്ടു നോക്കട്ടെ. ഇയർ എൻഡിങ് ആറായി. ഗോ ഹെഡ്. ഡാഡി. ആശം മനുഷ്യനെ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ സമ്മതിക്കില്ല. ഹലോ, പോലീസ് കൺട്രോൾ റൂം. തൊണ്ണൂറ് 192 94 205 247 252 രൂപ 50 പൈസ. 50 പൈസ ഡിസ്കൗണ്ടും കഴിച്ച് ബാക്കി 252 രൂപ ഞാൻ. കാശാ? ആ, എതുക്കാக? ഏൻ പുരുഷൻ കട താനേ? പുരുഷന്റെ കട ഇതല്ല, 2 കടയ്ക്ക് അപ്പുറത്താ. ഇത് പിള്ളച്ചേന്റെ കടയാ. കാശില്ലേ? ഇല്ല, കാശില്ലെങ്കിൽ സാമാനവും തരത്തില്ലേ? തരത്തില്ലേ? തരത്തില്ലേ. നിങ്ങളുടെ പുരുഷൻ പറഞ്ഞിട്ടുണ്ട്, ആര് വന്നാലും കാശില്ലെങ്കിൽ സാമാനം കടം കൊടുക്കരുതെന്ന്. അതുകൊണ്ട് തരത്തില്ല എന്നാൽ തരത്തില്ലേ. അയ്യോ അതെ, കാശിഞ്ഞ മടിയിലുണ്ടല്ലോ, കാശിഞ്ഞ അയച്ചേ. കുറങ്ങ് ഞാനാ. എന്നെ കുറങ്ങി നിർത്തി ഞാൻ മാന്തും കേട്ടോ, മാന്തും. ആ പുട കഴിക്കാൻ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു കണ്ണിലൊക്കെ മുളക് പോയി. ഞാൻ
എന്നാ ഇത്? എടാ കുട്ടാ, എന്തായി കാണിക്കുന്നത്? ഞാൻ നിന്നെ ആ മോളെ, നിന്റെ കോളേജിന്റെ അടുത്തല്ലേ? ആ ഡാഡി, ഇപ്രാവശ്യം കവിതാ രചനയ്ക്കും പെയിന്റിങ്ങിനും എനിക്ക് എന്നെ ഫസ്റ്റ് വെരി ഗുഡ്. സോറി, വളയം പിടിച്ചാൽ നിനക്ക് കണ്ണ് കണ്ടുകൂടല്ല. നിർത്തണം വണ്ടി. അവൻ സോറി പറഞ്ഞു കേട്ടില്ലേ? തന്നോടാരാ ചോദിച്ചത് സോറി? എന്ത് ചെയ്താലും ആ ഒരു വാക്കി തീർന്നല്ലോ. അധികം വാചകമൊന്നും അടിക്കണ്ട. തനിക്കിപ്പോ എന്താ വേണ്ടേ? നിന്റെ തന്തയുടെ തല ഇറങ്ങടാ പടി പുറത്ത്. ഇവിടാല്ലേ പറഞ്ഞത്? ഇടാ, വഴക്കുണ്ടാക്കണ്ട. മിസ്റ്റർ, ക്ഷമിക്കണം. അവൻ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പി ചോദിക്കുന്നു. ദയവായി ആ കയ്യിൽ നിന്ന് എടുക്കണം. കോളേജിലെത്താൻ സമയമായി, അതുകൊണ്ടാ. ഈ ഡാഡി കാരണം ഇല്ലെങ്കിൽ അവനെ ഞാൻ ഇല്ലെങ്കിൽ നീ അവനെ എന്ത് ചെയ്യും? അവനൊന്നും നോക്കാനില്ല. കണ്ടാൽ അറിഞ്ഞൂടെ? ഈ സ്ട്രീറ്റ് ബഗർ റോഡിൽ 4 പേരുടെ മുമ്പിൽ വെച്ച് വഴക്കുണ്ടാക്കിയാലേ എന്റെ മാനമാ പോകുന്നത്. അല്ലെങ്കിൽ ഡാഡിക്ക് ഡാഡിയോട് ഞാൻ അന്നേ പറഞ്ഞതാ ഇവനെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കരുതെന്ന്. അയാളൊരു വർത്തമാനം കേട്ടില്ലേ? ഒരു മാനേഴ്സ് ഇല്ലാത്ത ടൈപ്പ്. അതിനൊപ്പം തുള്ള ഇവനും. അയാൾക്ക് എന്ത് നഷ്ടം വരാനാ? ഉപദേശം മതി. അവള് പറഞ്ഞ എന്താണ് തെറ്റ്? കാര്യം ഞാൻ